പാത്രം കഴുകാൻ വിമ്മില്ല, ചായ തിളപ്പിക്കാൻ ചായപ്പൊടിയില്ല, ഇവിടെ ഒരു സാധനവും ഇല്ല. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ആരോഗ്യമുള്ള സമയത്ത് ഞാൻ നല്ലപോലെ നോക്കിയില്ലേ? ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല. ഉള്ളപ്പോ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. ആരെങ്കിലും പൈസ ചെലവാക്കിയില്ലെന്ന് പറഞ്ഞോ? എന്താ ഇവിടെ തർക്കം? ഇവിടെ ഒരു തർക്കമില്ല. നീ പോകുമ്പോഴേ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഇതെന്താ ഒരു കല്യാണത്തിനുള്ള സാധനം ഉണ്ടല്ലോ? പറയുമ്പോ വാങ്ങിക്കൊണ്ടുവരണം. അവിടെ പിശുക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നാലും ഇത് കടന്ന് കൈയായി പോയി. ഈ മാസത്തെ ശമ്പളം പോലും കിട്ടിയില്ല. വഴിണ്ടാക്കാം. വിഷ്ണു, ഒരു 500 രൂപ ഉണ്ടാവും. അത് ശരി, നന്നായി. നിനക്ക് 500 മതിയാ? എനിക്കൊരു 4500 വേണം. ഈ മാസം വാടക കൊടുക്കാനാ. നിങ്ങൾക്ക് എപ്പോഴും ക്യാഷിന് ആവശ്യമല്ലോ. നിങ്ങളുടെയൊക്കെ കടബാധ്യത എപ്പോഴാടാ തീരുക? നിന്റെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് നിനക്ക് പൈസയ്ക്ക് ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയാടാ? ഞങ്ങൾ മാത്രമേ വീട്ടിൽ കൊടുക്കാനുള്ളൂ. ശരിയാടാ, എൻ്റെ ഉപ്പൻ്റെ ഉമ്മാനെ ഒഴിവാക്കി വേറെ ഒരുത്തരുടെ കൂടെ കൊടുക്കുക. എൻ്റെ മാമ തരുന്ന പണം കൊണ്ട് ആ വീട്ടിൽ തീയെ പോകുകയാണ്. നിങ്ങൾ പരസ്പരം പഴിച്ചാലും നിർത്തുമോ? നിങ്ങളുടെ പ്രശ്നം എന്താ? കാശല്ലേ? ഡാളിയ, ഞാനാദ്യം ചോദിച്ചേ, എനിക്ക് താടാ. എൻ്റെ കയ്യിൽ കാശില്ല. നമ്മളെല്ലാവരും ഒരുപാട് കാലമായി പണിക്ക് പോകാൻ തുടങ്ങിയിട്ട്. പക്ഷെ നമ്മുടെ കഷ്ടപ്പാട് ഒരിക്കലും തീരില്ല. പണം ഉണ്ടാക്കാൻ ഒറ്റ ഐഡിയ ഉള്ളൂ. അസംബായിയെ പോയി കാണണം. നീ എന്താ ഉദ്ദേശിച്ചേ? എടാ, എത്ര കാലമായി നമ്മളൊക്കെ പണിക്ക് പോകുന്നത്? ഒരു നല്ല വാച്ചോ നല്ലൊരു ഫോണോ പോട്ടെ, ഒരു നല്ല വസ്ത്രങ്ങളുണ്ടോ? അവൻ ചെയ്യുന്നത് മയക്കമരുന്നിന്റെ ഇടപാടല്ലടാ. അതെ, ഞാനില്ല ഈ ഇടപാടിന്. അത് പുലിവാല. അതങ്ങനെ പിടിക്കപ്പെട്ട കഴിഞ്ഞു ജീവിതം. ഈ പണി നമുക്ക് വേണ്ട. ജോസഫേ, ഞാൻ റെഡിയാണ്. എനിക്ക് വലുത് എൻ്റെ കുടുംബാ. കടം കയറി നശിക്കാനായ എനിക്കൊന്നും നോക്കാനില്ല. എടാ, എന്നാലും ഒരെന്നാലും ഇല്ല. നിനക്ക് പ്രിയ കെട്ടണ്ടേ? നല്ലപോലെ ജീവിക്കണ്ടേ? എന്നും കടക്കാരനായി ജീവിക്കാനാ? വിനോദേ, ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛനമ്മയും മരിച്ചുപോയി. പിന്നെ മാമൻ്റെ തണലാണ് ഞാൻ ജീവിച്ചത്. എനിക്കും വേണ്ട ഒരു ജീവിതം. എടാ, നമുക്ക് വേറെന്തെങ്കിലും ചെയ്തുകൂടെ? നമുക്ക് ഇത് തന്നെ വേണോ? പിടിക്കപ്പെട്ട രാജദ്രോഹ കുറ്റം അത്. നീ ഒന്ന് നിർത്തിയേ. നീ ഒരു പുണ്യാളൻ. ഇവിടെ പല മാന്യന്മാരും പല തണ്ടിത്തരം ചെയ്തിട്ടാണ് കാശുണ്ടാക്കുന്നത്. പിന്നല്ലേ ഇത്? നിന്റെ ടീച്ചർ വരുന്നുണ്ട്. ആരടാ? ഹാപ്പി ബർത്ത്ഡേ പ്രിയ. ആരുടെ ബർത്ത്ഡേ? ഇയാളെ കണ്ടറിഞ്ഞൂടെ? നെറ്റിയിൽ ചന്ദനക്കുറി, കമ്മൽ, പുതിയ ചുരിദാറ്. ഇതൊക്കെ പോരെ ഒരാളെ മനസ്സിലാക്കാൻ? ബർത്ത്ഡേക്ക് മാത്രമേ കുരുത്തോടുള്ളൂ, പുതിയ ചുരിദാറിടുള്ളൂ. എന്തോ പുതിയ നമ്പറായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കാര്യം പറ. കഷ്ടം, ഞാനൊരു ചെലവ് പ്രതീക്ഷിച്ചു. മിസ്സിങ്. അതൊക്കെ പോട്ടെ, നിന്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടാവോ? എത്രയ്ക്കാ? 500 രൂപയ്ക്ക്. ഇവിടെ വെച്ചതാണല്ലേ, കാണാനില്ല. മോനെ, ഈ നമ്പറൊക്കെ കുറെ കണ്ടതാ ഞാൻ. ഇപ്പൊ വാങ്ങിച്ച കാശും മുമ്പ് വാങ്ങിച്ച കാശും പലിശ സഹിതം ചേർത്ത് എനിക്ക് തിരിച്ചു തരണം കേട്ടോ. എടി, ഞാൻ നിന്നെ കെട്ടാൻ പോകുന്നവനല്ലേ. എല്ലാം കൂടി അടുത്താഴ്ച തരാം, ഉറപ്പായിട്ടും. നീ പൊക്കോ. നിന്റെ തന്തെങ്ങനെ ഈ വഴി വന്നാ എനിക്ക് പണിയാവും. പിന്നെ രാത്രി ഫോൺ ചെയ്യാൻ മറക്കണ്ട. ഞാൻ കാത്തിരിക്കും. ശരി, ഞാൻ കാത്തിരിക്കേ. നീ പറ. അവൻ വരുന്നുണ്ട്. കാര്യങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോ. നമ്മളിപ്പോൾ അസംബായിയെ കാണാൻ പോകും. പോണോ? പോണം. ആളെവിടെ ഉണ്ടാവും? ബായ്. എന്താടാ? ബായ്. ഞങ്ങൾ ബായ് ചെയ്യുന്ന ബിസിനസ് ചെയ്താൽ കൊള്ളാം. പിള്ളേരും നിങ്ങൾ തമാശ പറയരുത്. ഈ ബിസിനസ് ഒന്നും നിങ്ങൾക്ക് പറ്റിയ ബിസിനസ് അല്ല. 2ാം നമ്പർ ബിസിനസ്സാ. പോ, സ്ഥലം വിടാൻ നോക്ക്. ബായ്, ഞങ്ങൾക്ക് പറ്റും. ബായ് ചരക്കത്താ, ഞങ്ങൾ സെയിൽ ചെയ്യാം. വിശ്വസിക്കേ. എങ്കിലും ഒരു കാര്യം ചെയ്യ്. ഞങ്ങളുടെ ബോയിനെ പോയി കാണും. അലിബായ്, അഡ്രസ് ഞാൻ തരാം. തീരുമാനമൊക്കെ അവിടുന്ന് ഈ അഡ്രസ്സിലുണ്ട്. കോണ്ടാക്ട് ചെയ്യ്.
അലിബായില്ലേ? ആരാ? അസംബായി പറഞ്ഞിട്ട് വന്നതാ. വെയിറ്റ് ചെയ്യ്, ഞാൻ വിളിക്കാം. ഞങ്ങളിപ്പോ വന്നത്. ഹസൻ വിളിച്ചിരുന്നു. ക്യാഷ് കൊടുത്തിട്ടുണ്ടാ? ഇല്ല, അസംബായിയോട് പറഞ്ഞിട്ടുണ്ട്. ക്യാഷില്ലാതെ ഞാൻ ഇടപാട് നടത്താറില്ല. ഹസൻ പറഞ്ഞോണ്ട് മാത്രം. സെയില് ആവുന്നതിനനുസരിച്ച് കാശും കൂടെ എത്തിക്കണം. 6 ലക്ഷം രൂപയുടെ ചരക്കുണ്ട്. വിപണിയിൽ അതൊരു 12 ലക്ഷം വില മതിക്കും. പിന്നെ പോലീസ് പിടിക്കുകയോ ചരക്ക് നഷ്ടപ്പെടുകയോ ചെയ്താൽ ഞാൻ ഉത്തരവാദിയല്ല. ഈ ബിസിനസ്സിൽ നേരും നെറിയും വേണം. വിശ്വാസവഞ്ചന കാണിച്ചാൽ അതാരാണെന്ന് അറിയും. അതിന് തയ്യാറെങ്കിൽ മാത്രം ചരക്കുണ്ടെങ്കിൽ മതി. ഞങ്ങൾ വിശ്വസിക്കാൻ പോയി. ശരി, സൂക്ഷിച്ചു നോക്കൂ. വേഗം വേടാ. ബായ്, അവര് വിശ്വസിക്കാൻ പറ്റും. നോക്കാം. നമ്മൾ രക്ഷപ്പെട്ടു. 6 ലക്ഷം രൂപയുടെ ചരക്കാ. വാ പോ. എന്താ നിന്റെ ഉദ്ദേശം? ഇതുകൊണ്ട് എവിടേക്കാ? കോളനിലേക്ക്. കൊള്ളി പോയാ? ഞാൻ അവിടെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീ വാ. ശരി. എത്രയുണ്ട്? 3 ലക്ഷം. സെയിലിനനുസരിച്ച് കാശ് വന്നുകൊണ്ടിരിക്കണം. ഓക്കെ. ശരി. ജോസഫേ, എത്ര രൂപ കിട്ടി? 3 ലക്ഷം തന്നുള്ളൂ. 6 ലക്ഷത്തിന്റെ ഹോൾസെയിൽ ചരക്കല്ലേ? ലാഭം പറ്റിക്കോ? ഏയ്, അവൻ പറ്റിക്കൊന്നുമില്ല. ഡെയിലി ക്യാഷ് വന്നോണ്ടിരിക്കും. ശരി ശരി, വണ്ടി വിട്ടോ. ഇന്നെന്ത് വെച്ച് എന്നെ കാത്തു നിൽക്കാൻ? കാശിനാണോ? ഞാൻ ആ പരിപാടി നിർത്തി. നിനക്ക് തരാനുള്ള കാശും അതിന്റെ പലിശയും ദേ പിടിച്ചേ. ഇതാ നിനക്ക് ഇവിടുന്ന് ഇത്രയും കാശ്. നീ വല്ല മോഷണം നടത്തിയാ? ഛേ, എന്താ പ്രിയ അങ്ങനെ പറയുന്നത്? ഞാൻ മോഷ്ടിക്ക. കഷ്ടം. ഇതെന്താ? ഇത് നിനക്കുള്ള എന്റെ ഗിഫ്റ്റാ. വീട്ടിൽ പോയിട്ട് അടിച്ചു നോക്കിയാൽ മതി. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ മാറ്റം. ഇനി ഞാൻ മാറിക്കൊണ്ടേയിരിക്കും. ഉത്തരവാദിത്തമുള്ള കാമുകനെ പോലെ എനിക്ക് എൻ്റെ സുന്ദരിക്കുട്ടിയുടെ കാര്യം നോക്കണ്ടേ? പോടാ പോടാ, അധികം സോപ്പിടുന്ന വേണ്ടേ? എവിടെ നിന്റെ കൂട്ടാളികൾ? അവരവിടെ ഉണ്ട്. അലിബായി കൊടുക്കാനുള്ള പൈസ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചോണം. എത്രയും പെട്ടെന്ന്. ഡോക്ടർ പറഞ്ഞതല്ലേ വലിക്കരുതെന്ന്? നിർത്തി മോളെ, നിർത്തി. ഇതോടെ നിർത്തി. ഇത് ലാസ്റ്റാ. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. നമ്മളാരും നോക്കുന്നുണ്ടല്ലോ. അത് നമ്മളല്ല, വേറെ ആരെങ്കിലും ആവും. ഏയ്, അവരുടെ പിന്നിൽ 2-3 പേരുണ്ട്. അവര് നമ്മളടുത്തേക്കല്ല വരുന്നത്. ഏയ്, അയ്യോ, വടിയുണ്ടല്ലോ. അത് നായനതല്ലനാവും. ആണല്ലേ? അതേടാ. അവരുടെ കൂടെ സന്തോഷമുണ്ടല്ലോ. ശരി, അവന്റെ കൈ കെട്ടിണ്ടല്ലോ. നിങ്ങളാണല്ലോടാ മയക്കുമരുന്ന് വിതരണക്കാര്. മയക്കുമരുന്നോ?
കുറച്ച് വെള്ളം. കൈക്കെന്ത് പറ്റി? ചോര വരുന്നുണ്ടല്ലോ. വണ്ടിയിൽ നിന്ന് വീണതാ. അകത്തേക്ക് വരൂ, കൈ കെട്ടിത്തരാം. എവിടെയാ വീട്? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. കുറച്ചകലെയാ. എൻ്റെ കൂട്ടുകാരുണ്ട് ഇവിടെ. അവരെ കാണാൻ വന്നതാ. അപ്പോഴാ അപകടം പറ്റിയത്. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. ഞാൻ വെള്ളം കൊണ്ടുവരാം. ശരി ശരി. ഇതാരാ? എൻ്റെ മകനാ. ജീവിച്ചിരുന്നെങ്കിൽ മോൻ്റെ അതേ പ്രായമുണ്ടാകും. അവന് നേരത്തെ ദൈവം വിളിച്ചു. പഠിക്കാനും സ്പോർട്സിനുമൊക്കെ അവൻ മിടുക്കനായിരുന്നു. പിന്നീട് അവൻ്റെ മോശം കൂട്ടുകെട്ട് അവൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി. ഒരുപാട് അവനെ ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കിയതാ. ഒന്നും നടന്നില്ല. സാമൂഹ്യദ്രോഹികളായ ചെറുപ്പക്കാർ അവനെ വഴിതെറ്റിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അച്ഛനൊരു മകനില്ലാതായി. അവൻ്റെ അമ്മ അവൻ പോയി അന്ന് തൊട്ട് കിടപ്പിലായതാണ്. ഞങ്ങളുടെ എല്ലാ സന്തോഷവും സമ്പാദ്യവും അവനായിരുന്നു. ഇനി ഒരച്ഛനും ഈ ദുർവിധി വരാതിരിക്കട്ടെ. ഞാൻ വേദനിപ്പിച്ചു? ചോദിച്ചത് തെറ്റായിപ്പോയോ? ഏയ്, അതൊന്നുമല്ല. അവനോർത്തപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് പോകുന്നില്ല എൻ്റെ കുട്ടിയുടെ രൂപം. ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇയാളെ കൂടി വിഷമിപ്പിച്ചു അല്ലേ? ഏയ് ഇല്ല, ഞാനെന്നാ ഇറങ്ങട്ടെ. എത്തിച്ചു പോയിക്കോളൂ. നിനക്കവൻ ഇപ്പോഴും ഇഷ്ടമാണോ? ഡ്രഗ്സ് മാഫിയുമായാണ് അവൻ്റെ കൂട്ടുകെട്ട്. അവനതിന് കഴിയില്ല. എനിക്കവനറിയാം. ശരി ശരി. കുറെ നേരം ഇവിടെ പോയി കിടക്കണോ? അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആടാ. എടാ നീ ഒന്നുകൂടെ ഒന്ന് വിളിക്ക്. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന്. നീ എവിടെയായിരുന്നു? ഞങ്ങൾ ആകെ പേടിച്ചു പോയി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. എടാ നിന്റെ കൈക്കെന്താ പറ്റി? വെട്ടിയതാ. ഭാഗ്യത്തിന് ഇത്രേ പറ്റുള്ളൂ. ദൈവം തുണച്ചു. നമുക്കിനി പണി വേണ്ട. എനിക്കും മടുത്തു. എന്നെ കൊണ്ട് ഈ പണി ഇനി പറ്റില്ല. മനസ്സിനകത്ത് വല്ലാത്തൊരു കുറ്റബോധ. നീ എന്താ ഈ പറയുന്നത്? നിർത്താനോ? ബായുടെ കാശ് ആര് കൊടുക്കും? നമുക്ക് എങ്ങനെയും കൊടുക്കാം. നമ്മൾ ഭാഗ്യത്തിന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോലീസ് കേസ് എന്തെങ്കിലും ഉണ്ടായാൽ നമ്മുടെ ജീവിതം തന്നെ താറുമാറാകും. നമുക്ക് കുടുംബല്ലടാ. അവരെ നോക്കണ്ടേ നമുക്ക്? അനുജത്തിമാരെ അനുജന്മാരെയും കൊലക്ക് കൊടുക്കണോ നമ്മളായിട്ട്? നമുക്ക് വേണ്ടടാ. ഈ പണി നമുക്ക് വേണ്ട. അനേകം കുഞ്ഞുമക്കളുടെ ഭാവി നമ്മളായിട്ട് നശിപ്പിക്കണ്ട. നമുക്ക് ആ ശാപം വേണ്ട. ആര് വേണേ നിർത്തിക്കോ. ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ലാത്തൊരു പോകാം. ആരില്ലേലും ഞാനും ചെയ്യും. എനിക്ക് വേണം വലുത്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് തീരുമാനിക്കാം. ഞാനില്ല, ഞാൻ പോണു. നിക്ക് ഞാനുണ്ട്. കാശിന്റെ ആർത്തി അവന് തലക്ക് പിടിച്ചിരിക്കുക. എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. എന്താ ചെയ്യാ? പോകുന്നവരൊക്കെ പോട്ടാ. ഞാൻ ഓ പ്രിയേ. അയ്യോ, കണ്ടണോ? ദൈവത്തിനറിയാം. ദൈവമേ. ഹായ്. നിന്റെ കൈക്ക് എന്ത് പറ്റി? ബൈക്കുമെന്ന് വീണതാ. നീ എന്റെ മുഖത്തൊക്കെ കള്ളം പറയണ്ട. കള്ളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും. നീ എന്നിൽ നിന്ന് കുറെ നാളെ എന്തോ ഒന്ന് ഒളിക്കുന്നുണ്ട്. പറ വിനോദ്, എന്താണ്? പ്രിയേ, ഞാൻ പറയാം. തെറ്റുപറ്റിപ്പോയി.
അറിയാതെ ഒന്നും ചിന്തിക്കാതെ ഞാനൊരു ഡ്രഗ്സ് കരിയറായി പ്രവർത്തിച്ചു. എന്ത്? നിനക്ക് എങ്ങനെ തോന്നി ഇത്ര വൃത്തിയായിട്ട് പ്രവൃത്തി ചെയ്യാൻ? ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത് നീ. പോ, എന്റെ കൺമുന്നിൽ നിന്ന് പോ. എനിക്ക് നിന്നെ കാണണ്ട. പ്രിയ പറയട്ടെ പ്ലീസ്. പ്രിയ എവിടെ എൻ്റെ ക്യാഷ്? ബൈ, എത്തിക്കാം. നീ കുറേ നാളില്ലേ എത്തിക്കാൻ പറഞ്ഞിട്ട്? ഞങ്ങൾക്ക് കുറച്ച് അവധി കൂടെ വേണം. തരാം. ഹംസ, കുട്ടികൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. വിഷ്ണു, ബായി എന്താണ് ഉദ്ദേശിച്ചത്? വിഷ്ണു, വിഷ്ണു, എനിക്ക് തെറ്റ് പറ്റിയടാ. നീ തെറ്റ് തിരുത്താൻ തയ്യാറായപ്പോഴും ഞാനത് അവഗണിച്ചു. അതിന് ദൈവം തന്ന ശിക്ഷയത്. ഇല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഞാൻ പോലില്ലാതെ. ഏയ് എന്തിനാ ഇതൊക്കെ ഇപ്പൊ പറയുന്നു? നീ നിന്റെ തെറ്റ് സ്വയം തിരുത്താൻ തയ്യാറായില്ലേ? നീ വേഗം സുഖം പ്രാപിക്കട്ടെ. നമുക്ക് ആ പഴയ ജീവിതം മതിരാ. അതിനൊരു സമാധാനമുണ്ട്. പിന്നെ അലിബായിട്ടൊരു കടമുണ്ട്, അത് നമുക്ക് സാവകാശം കൊടുത്ത് തീർക്കാം. അന്നാ ഞാൻ ഇറങ്ങട്ടടാ. അമ്മേ, ചായ. നീയല്ലേ ഇപ്പൊ ചായ കുടിച്ചത്? ഒന്നുകൂടി ആവാം. ഇന്നെന്താ പതിവില്ലാതെ? ഇന്ന് മനസ്സമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു യാത്രയാണ്. ഇതുവരെ നീ മനസ്സമാധാനത്തോടു കൂടിയല്ലേ ജീവിച്ചത്? അമ്മയുടെ ഒരു തമാശ. ഇന്നെന്താ അടിക്കാനാ? അല്ല, പോട്ടെ മാഷേ, വണ്ടി വിട്. ഇനിയാണ് മോളെ നമ്മൾ ശരിക്കും ജീവിക്കാൻ പോകുന്നത്.